ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഈ ക്വാർട്ടറിലെ 7ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സ്വർഗീയ പൗരത്വം എന്നാണ് ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം. ഈ ആഴ്ചത്തെ പാഠപഠനത്തിന് മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങൾ വാസം ചെയ്യുന്ന പരിശുദ്ധനായുള്ളവേ, അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവാനും കാരുണ്യവാനുമായുള്ളവേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏഴുകളും പാപികളുമായ ഞങ്ങൾക്കും ഇന്നത്തെ ഈ പാഠം പഠിക്കാൻ സഹായിക്കുന്നതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഈ പാഠം ഞങ്ങൾ പഠിക്കുന്നതോടൊപ്പം പരിശുദ്ധാത്മാവോടൊപ്പം പഠിക്കേണ്ടതിനും ദൈവം ഇതിലുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിനും പ്രാവർത്തികമാക്കി തീർക്കേണ്ടതിനും സ്വർഗീയ പൗരനാകുന്നതിന് വേണ്ടി നമ്മളും ദൈവത്തോടൊപ്പം ദൂതന്മാരോടൊപ്പം പ്രവർത്തിക്കേണ്ടതിനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടെ ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമീൻ. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. അത്യാഡംബര ജീവിതം നയിച്ച ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിഞ്ഞ ഒരു വ്യക്തിയുടെ വാക്കുകളല്ലത്. പിന്നെ റോമിലെ കരിങ്കൽ തടവറയിൽ ബന്ധനസ്ഥനായി കഴിയുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണ്. അതാണ് ഈ വാക്യത്തിൻ്റെ മൂല്യം കൂട്ടുന്നത് തന്നെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് റോമിലെ തടവറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതെന്ന് ഓർക്കണം. അപ്പോസ്തലനായ പൗലോസാൻ്റെ ഈ വാക്കുകളുടെ മൂല്യം തന്നെ അദ്ദേഹം ആയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. വർത്തമാനവും ഭാവിയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെയാണ്. ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകുമെന്ന് ഈ വാക്കുകളിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊരു സമ്പൂർണ്ണ വിശ്വാസമാണ് ദൈവം നമ്മളിൽ നിന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് പൗലോസ് ഈ വാക്യത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. നമ്മെ പതിവായി നിരാശരാക്കുന്ന ഭൗതിക കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാതെ എല്ലാം സ്തോത്രത്തോടെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പൗരനായിരിക്കേണ്ടതിന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. സ്വർഗരാജ്യത്തിലെ പൗരനാകാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ സമ്പന്നനായ യുവാവ് യേശുവിനോടാണ് ചോദ്യം ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന്. ആ കൽപ്പനകൾ അനുസരിക്കാൻ യേശുവും പറയുന്നുണ്ട്. കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു എന്നായിരുന്നു ആ യുവാവിൻ്റെ മറുപടി. എന്നാൽ സൽഗുണപൂർണ്ണനാകുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നിന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞത് കേട്ട യുവാവ് എന്ത് ചെയ്തു? ദുഃഖിതനായി പോയി കളഞ്ഞുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം വളരെ ഉള്ളവനാകിയാൽ അതെല്ലാം വിറ്റു ദരിദ്രർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എന്താണ് അതിൽ ഉപയോഗിച്ചിരുന്ന തത്വമെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കണം, നന്മ ചെയ്യണം എന്നോടൊപ്പം തന്നെ നമ്മുടെ നിക്ഷേപങ്ങളിൽ നമ്മൾ ആശ്രയിക്കരുത്. ദൈവത്തെക്കാൾ നമ്മുടെ നിക്ഷേപം നമ്മൾ വലുതായി കാണുകയും ചെയ്യരുതെന്ന ഒരു തത്വം നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ പൗരനാകാൻ എന്ത് ചെയ്യണമെന്ന് നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് എന്താണ് ഇന്ന് ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് തുടർന്നുള്ള ഭാഗത്തേക്ക് പോകാം. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. റോൾ മോഡൽസ് അഥവാ മാതൃകകൾ എന്നാണ് ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം. മുതിർന്നവരിലും കുട്ടികളിലും തന്നെ ഒരുപോലെ കാണുന്നൊരു സ്വഭാവമാണ് മറ്റുള്ളവരെ മാതൃകയാക്കുക എന്നുള്ളത്. ഭൂരിഭാഗം എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഭൂരിഭാഗം ചെയ്യുന്നവർ ചെയ്താലേ എല്ലാവരും നമ്മളെ അംഗീകരിക്കൂ എന്നൊരു ആശയം കൂടെ എന്താണ് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണാം. നിർഭാഗ്യവശാൽ ഇന്നത്തെ
ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ, ഇന്നത്തെ സോഷ്യൽ മീഡിയാസ് എല്ലാം തുറന്നു നോക്കിയാൽ തന്നെ വളരെ മോശമായ ധാരാളം മാതൃകകൾ നമുക്ക് കാണാവുന്നതാണ്. ഇത് പൗലോസ് ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല എന്ന് പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ആ കാലത്ത് ദുഷ്ടതയും അധാർമികതയും തിന്മയും നിറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിൻ്റെ വാക്കുകൾ ഇന്നും പ്രസക്തമായി നമ്മൾ എടുക്കേണ്ടത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 17 മുതൽ 19 വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കുവിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകപ്രകാരം നടക്കുന്നവരെയും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും സാത്താൻ നമ്മൾ തെറ്റായ ചിന്തയിലേക്കോ തെറ്റായ പ്രവൃത്തിയിലേക്കോ ഒക്കെ നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് അത് തെറ്റാണെന്ന് മന്ദമായി പറയാറുണ്ട്. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് നമുക്ക് പിന്മാറാൻ ശ്രമിക്കാവുന്നതുമാണ്. ഇവിടെ സ്വർഗത്തിലെ പൗരനാവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്താണ്? പൗലോസിനെ അനുകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലേ? സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കുവിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകപ്രകാരം നടക്കുന്നവരെയും ശ്രദ്ധിച്ചുകൊള്ളും. പൗലോസ് അപ്പോസ്തലനെ അനുകരിക്കാനും അതുപോലെ ജീവിതം നയിക്കുന്നവരെ അനുകരിക്കാനുമാണ് യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. ശരിക്കും എല്ലാ വ്യക്തികളെയും യേശുവിനെ പോലെ പൗലോസ് അപ്പോസ്തലൻ സ്നേഹിച്ചിരുന്നുവെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിന് വിരോധമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ ഓർത്ത് പൗലോസ് കരയുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് യേശുവും സ്വർഗവും നഷ്ടമാകുമെന്ന് പൗലോസിന് നന്നായിട്ട് അറിയാം. അവരുടെ ദൈവം എന്താണ്? വയറ്. സ്വന്തം വയറിനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിക്കുന്ന അനേകരെ ഈ അന്ത്യകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ തുറന്നു നോക്കുമ്പോൾ തന്നെ എന്താണ്, ഒത്തിരി ഫുഡ് ബ്ലോഗേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, അല്ലേ? എല്ലാവരും ടേസ്റ്റായ ഫുഡും വെറൈറ്റിയായ ഫുഡും എല്ലാം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ആണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ. ശരിക്കും എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശെടുത്ത് നടക്കുന്നതിന് വയറും ഒരു പ്രശ്നമാണെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു എന്നാണ്. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ഭിന്നതയും ഇടർച്ചയും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ച് അവരെ ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ് റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 17-ാം വാക്യം നമ്മോട് പറയുന്നത്. 18-ാം വാക്യത്തിൽ അവർ എന്ത് പറയുന്നു? അവർ യേശുവിനെ അല്ല, സ്വന്തം വയറിനെയാണ് സേവിക്കുന്നത് എന്ന് നാം കാണുന്നു. അവർക്ക് എന്ത് നഷ്ടമാവും? യേശു നഷ്ടമാവും. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, എല്ലാവരും സമ്പത്തിൽ മാത്രമല്ല, പ്രശസ്തിയിൽ മാത്രമല്ല വലുതായി കാണുന്നത്. പിന്നെ എന്താണ്? അവരുടെ വയറിനെയും യേശുവിനെ കാട്ടി വലുതായി കാണുകയും അത് മുഖാന്തരം എന്ത് ചെയ്യുന്നു? അവരുടെ ഒരു ആശയം തന്നെ എന്താണ്? മരിക്കുന്നത് വരെ നമ്മൾ എന്തായാലും ജീവിതം ക്ഷണികമാണ്, മരിക്കുമെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് കഴിയുന്നത്ര ഫുഡ് എന്താണ് വളരെ ടേസ്റ്റിയോടുകൂടെ കഴിക്കുക എന്ന് അവരാഗ്രഹിക്കുകയും അവരെന്താണ് ദൈവത്തിൻ്റെ ക്രൂശ് എടുക്കാനും ദൈവത്തെ ഫോളോ ചെയ്യാനും മറന്നു പോകുന്നതായിട്ടും പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകളോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സ്വർഗത്തിലെ പൗരനാകാൻ കഴിയുകയില്ല. അവർക്ക് യേശു നഷ്ടമാകും, സ്വർഗം നഷ്ടമാകുമെന്നും പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശു മാത്രമാണ് പൂർണ്ണതയുള്ള നമ്മുടെ മാതൃക. പൗലോസിനെ പോലെ യേശുവിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃക ആകേണ്ടതിന് ദൈവം നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. തിങ്കളാഴ്ച ഭാഗത്തിലേക്ക് കടന്നു പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിന്റെ തലവാചകം കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ, കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യത്തിലേക്ക് നോക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലായിരിക്കും. നമ്മുടെ ഭരണാധികാരി ക്രിസ്തുവുമായിരിക്കും. അതിനാൽ പാപത്തിനും രോഗത്തിനും മരണത്തിനും വിധേയമാകുന്ന ഈ ശരീരം യേശുവിൻ്റെ മഹത്വമുള്ള ശരീരം പോലെ എന്താണ് ആയിത്തീരേണ്ടത് ആകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ എന്താണ് കുറേ കഷ്ടതകളിലൂടെ ഈ ഭൂമിയിൽ കടന്നു
കടന്നു പോകുന്നതായിട്ടും നമ്മൾ കാണുന്നു. എന്ത് പ്രയാസത്തിലൂടെ കടന്നു പോയാലും കർത്താവിൽ ഉറച്ചു നിൽപ്പാനാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ ഭൂതലത്തിന്മേൽ പ്രത്യക്ഷനാകുമെന്നും ഞാൻ ഇങ്ങനെ നശിച്ച ശേഷവും ദേഹസഹിതനായി ദൈവത്തെ കാണുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിലെന്താണ്, ഏത് പ്രയാസത്തിൽ കൂടെ കടന്നു പോയാലും കർത്താവിൽ ഉറച്ചു നിൽക്കണമെന്നാണ്. ഈ വാക്യം എഴുതുമ്പോഴത്തേക്ക് ഇയ്യോബ് കടന്നുപോയ സിറ്റുവേഷൻ എന്താണ്? എല്ലാം നഷ്ടമായ, വളരെ ധനവാനായിരുന്നുവെങ്കിലും എല്ലാം നഷ്ടമായതിനു ശേഷമെന്നാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ ഭൂതലത്തിന്മേൽ പ്രത്യക്ഷനാകുമെന്നും ഞാൻ ഇങ്ങനെ നശിച്ച ശേഷം ദേഹസഹിതനായി ദൈവത്തെ കാണുമെന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാം നഷ്ടമായി തീർന്നപ്പോൾ ഇയ്യോബിൻ്റെ വാക്കുകളാണിത്. എന്ത് സംഭവിച്ചാലും കർത്താവിൽ ഉറച്ചു നിൽക്കണമെന്ന് ഈ വാക്കുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, എൻ്റെ കയ്യും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു എന്താണ്, മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ശരീരവും കയ്യും കാലും ഒക്കെ കാണാനും സ്പർശിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്കവിടെ കഴിയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പിൻ. തീർച്ചയായിട്ടും നമ്മളെ എന്താണ് ഈ പാപം നിറഞ്ഞ മരണം നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്ന് എന്താണ് ഒരു രൂപാന്തരപ്പെടുത്തുമെന്ന് ഈ വാക്കുകൾ നമ്മൾ ഉറപ്പ് നൽകുന്നുണ്ടല്ലേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ എന്താണ്, സ്വർഗത്തിലെ പൗരനാകാൻ വേണ്ടി ദൈവത്തോടൊപ്പം ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാവരും എന്താണ് അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ന്റെ 26-ാം വാക്യം എന്താണ്, കർത്താവായ യേശുവിലൂടെ ഒടുക്കത്തെ ശത്രുവായ മരണം നശിപ്പിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ കഷ്ടതകളും എന്താണ്, മരണവും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നശിപ്പിക്കപ്പെടുമെന്നും കർത്താവിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ പൗരനാകാൻ കഴിയുമെന്നും ഈ വാക്യങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? അത് നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നു. അത് നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഇന്ന് നമുക്ക് എന്തുണ്ട്? നമുക്കെല്ലാവർക്കും പ്രാകൃത ശരീരം ഇന്നുണ്ട്, അല്ലേ? അതിനാൽ നമ്മൾ ബലഹീനതയിലും പാപത്തിലും അപമാനത്തിലും ഒക്കെ വീണു പോകുന്നുണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഉയർപ്പിന് ശേഷം എന്തുണ്ടായിരിക്കുമെന്നാണ്, ആത്മീയ ശരീരം ഒന്നെന്നാണ്. ഇന്ന് പാപം നിറഞ്ഞ മരണം നിറഞ്ഞ ശരീരമുണ്ടെങ്കിൽ പുനരുദ്ധാനത്തിന് ശേഷം നമുക്ക് എന്താണ്, ഒരിക്കലും മരണപ്പെടാത്ത എന്താണ് നിത്യമായ ഒരു ശരീരവും ആത്മാവും നമുക്ക് ലഭിക്കുമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക്, വിശ്വാസത്തിലൂടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പുനരുദ്ധാനം ഉണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോവാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവസമാധാനം അനുഭവിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണാവുന്നതാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രയ്ക്ക് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. ഇതൊക്കെ വായിച്ചു പോകാൻ എളുപ്പമാണെങ്കിൽ എപ്പോഴും സന്തോഷത്തോടിരിക്കാനാണ്. ഏത് സാഹചര്യത്തിലും കർത്താവിൽ സന്തോഷത്തോടിരിക്കാനും സൗമ്യതയോടെ ഇരിക്കാനും നമ്മുടെ സൗമ്യത സകല
സകല മനുഷ്യരും അറിയട്ടെ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും നമ്മൾ എന്താണ്, പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ യേശുവിൽ സമർപ്പിക്കുക. എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും ക്രിസ്തീശുവിൽ കാത്തുകൊള്ളും എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ശരിക്കും പൗലോസ് അപ്പോസ്തലനായിരിക്കുന്ന ആ കരിങ്കൽ തറവറയിൽ നിന്ന് എഴുതപ്പെട്ട വാക്കുകളായതുകൊണ്ട് എന്താണ്, ജീവിതത്തിൽ എതിർദിശയിൽ സഞ്ചരിക്കുമ്പോഴും നമ്മളും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പലപ്പോഴും കടന്നു പോകുമ്പോഴും നമുക്കും തന്നെ ഇത് ഏറ്റെടുക്കാൻ കഴിയുന്ന വാക്കുകളാണെന്ന്, ഇത് ആശ്വാസം നൽകുന്ന വാക്കുകളും ശരിക്കുമാണ്. അതിന് നമ്മളെയും ഈ വാക്കുകൾ സഹായിക്കുന്നതാണല്ലേ. ഒന്നിനെക്കുറിച്ചും വിചാരിക്കാതെ എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ് ഈ വാക്കുകൾ രേഖപ്പെടുത്തുന്നത്. നീലിംഗ് പ്രെയർ ഹാസ് ഹീലിംഗ് പവർ എന്നാണ് സിസ്റ്റർ വൈറ്റും നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എന്താണ്, മുട്ടുനിന്ന് കർത്താവ് യേശുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് സിസ്റ്ററും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ ദൈവമായ ക്രിസ്തയേശു നമ്മെ കാത്തുകൊള്ളും. എല്ലാം പ്രാർത്ഥനയിലും നന്ദിയോടെ കാര്യങ്ങൾ, അതിനുമുമ്പ് ചെയ്ത കാര്യങ്ങളുടെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ മറ്റാവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നിരത്താനും പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നുണ്ടല്ലേ. യെശയ്യാവിൻ്റെ പുസ്തകം യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കായി ജനിച്ചിരിക്കുന്ന യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. അതുപോലെ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമുക്ക് നിത്യജീവൻ എന്ന ദാനം ഉണ്ടെന്നുള്ള ഉറപ്പിന്മേൽ എന്താണ്, നമ്മൾ സമാധാനത്തോടെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാനും പ്രയാസത്തിലായിരുന്നാലും ബുദ്ധിമുട്ടിലായിരുന്നാലും ദൈവത്തോട് എല്ലാം അപേക്ഷിച്ചുകൊണ്ട് എന്താണ് സന്തോഷിക്കാനും പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വർഗീയ പൗരനാകാൻ കാംക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നമ്മൾ പോകുന്ന പ്രയാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ തന്നെ എല്ലാ അപേക്ഷകളും യേശുവിൽ സമർപ്പിച്ചുകൊണ്ട് നിത്യസന്തോഷവും നിത്യസമാധാനവും നൽകുന്ന സമാധാനത്തിൻ്റെ പ്രഭുവായി നമുക്ക് ജനിച്ചിരിക്കുന്ന യേശുവിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ എന്താണ് മുന്നോട്ടുള്ള ജീവിതം നയിക്കേണ്ടതാണെന്ന് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടന്നു പോവാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ഇവയെക്കുറിച്ച് ചിന്തിക്കുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യത്തിലേക്ക് പോവാം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് പൗലോസ് ഫിലിപ്പിയർക്ക് കൊടുത്ത ഈ നിർദ്ദേശം ശരിക്കും എന്താണ്, നമുക്കും ഇന്ന് ബാധകമാണ്. ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ട് എന്താണ്, പാപകരമായ ചിന്തയ്ക്ക് പകരം എന്തൊക്കെ ചിന്തിക്കാൻ പറയുന്നത്, സത്യമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത് എല്ലാം ചിന്തിച്ചു കൊള്ളുവാനായിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് സ്വർഗീയ പൗരനാകാൻ ശ്രമിക്കുന്നു എന്നും അല്ലെങ്കിൽ സ്വർഗീയ പൗരനാകാൻ തയ്യാറെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ്, ഒരു സ്വഭാവ രൂപീകരണം ഉണ്ടായിരിക്കേണ്ടതാണ് എന്നും അത് അത്യാവശ്യമാണെന്ന് ഈ വാക്യങ്ങൾ നമ്മെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ചിന്തകളെയും നിലവുകളെയും ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്നും ഈ വാക്യങ്ങളോട് എന്താണ് ദൈവം പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ എല്ലാവരും കൂടെയും ഇരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലേ. ശരിക്കും എന്താണ്, മത്തായി 5:8 നമ്മൾ നോക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. അപ്പോൾ ശരിക്കും ഈ ലോകത്തിൻ്റെ പാപങ്ങളിൽ ചിന്ത കേന്ദ്രീകരിക്കാതെ ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ആണെങ്കിൽ കൂടെയും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പാപചിന്തകളിൽ മുഴുകാതെ നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ നല്ല ഗുണങ്ങൾ ചിന്തിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ? ശരിക്കും ലൂസിഫറും അതിനോട് പിന്തുണച്ച ദൂതന്മാരും എന്താണ്, ഹൃദയത്തിലാണ് ആദ്യം ദൈവത്തിനെതിരെയുള്ള ആ ഒരു പാപം വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൃദയം ശുദ്ധിയോട് സൂക്ഷിക്കേണ്ടതാണ് എന്ന് ഈ വാക്യങ്ങൾ നമ്മെ വ്യക്തമാക്കുന്നുണ്ട്.
ഇല്ലെങ്കിൽ അതേ പാപത്താലാണ് അവർ ലൂസിഫറും തുടർന്നുള്ള ദൂതന്മാരും താഴേക്ക് എത്തപ്പെട്ടത്. അപ്പം അതേ പാപം മനസ്സിൽ കരുതിക്കൊണ്ട് എന്താണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല എന്നുകൂടെ ഈ വാക്യത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം നമ്മൾ എല്ലാ ദിവസവും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മളും പാപത്തിൽ പാപകരമായ സിറ്റുവേഷനിൽ ജീവിക്കുകയും കാണുകയും കേൾക്കുകയും അത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം പ്രലോഭനങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ എന്നും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കും സ്വർഗത്തിലുള്ളതുപോലെ ഈ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ സത്യവും നീതിയും നിർമ്മലവും സൽകീർത്തിയും സൽഗുണമായതൊക്കെ ചിന്തിക്കാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കും. അങ്ങനെ സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. സങ്കീർത്തനം 119:165 ഇങ്ങനെ പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ടെന്നാണ്. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് എന്ന്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും എന്താണ് പാപത്തിൽ വീഴ്ന്നു പോകുന്ന സംഗതി ഉണ്ടായിരിക്കുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം കൽപ്പനകൾ അനുസരിക്കുന്നത് ദൈവസ്നേഹത്തിൽ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നമ്മൾ പ്രിയമുള്ളവരായിരിക്കണമെന്നും ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കി തന്നതുപോലെ ആയിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടന്നു പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം സംതൃപ്തിയുടെ താക്കോലുകൾ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ ഫിലിപ്പിയരെല്ലാം അദ്ദേഹത്തിന് ഉദാരമായ സംഭാവനകൾ നൽകിയിരുന്നു. അതിന് അദ്ദേഹം നന്ദി അർപ്പിച്ചുകൊണ്ട് എഴുതിയ ആ കത്തിലെ വാക്യങ്ങളാണ്. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഇത് ഞാൻ പറയുന്നത്, ഏതവസ്ഥയിലും സംതൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, താണനിലയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ ശക്തനാകുന്ന യേശു മുഖാന്തരം എന്താണ്, ഏതവസ്ഥയിലായിരുന്നാലും എനിക്കിരിക്കാനും കഴിയുമെന്ന് ഫിലിപ്പിയരോട് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയും അദ്ദേഹം അറിയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഓരോ ക്വാർട്ടറിലായി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ടല്ലേ. എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങൾ സ്വർഗത്തിൻ്റെ പൗരനായിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നും യേശുവിനെ എത്രമാത്രം സ്നേഹിക്കണമെന്നും കൽപ്പനകൾ എങ്ങനെയൊക്കെ അനുസരിക്കണമെന്നും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ശരിക്കും എന്താണ്, തിയറി ഈസ് ഓൾമോസ്റ്റ് ഡൺ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രാക്ടിക്കലി സെഹഡ് എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ കടന്നു പോയ സിറ്റുവേഷൻസ് ഇനി നമുക്കും വരാൻ പോവുകയാണ്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. എല്ലാ അവസ്ഥയിലും നമുക്ക് ഇരിക്കാൻ കഴിയണം. എന്താണ്, താണുനിലയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ടോടെ ഇരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാണ്. കാരണം എന്താണ്, കർത്താവായ യേശു ക്രിസ്തു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇദ്ദേഹം ഈ വാക്യത്തിലൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇത് നമ്മളും ശീലിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോഴും 19-ാം വാക്യം പ്രത്യാശ നൽകുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും നോക്കുമ്പോൾ ഊസ് എന്ന ദേശത്ത് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയും ഒക്കെ വളരെ ദാസജനവും ഉണ്ടായിരുന്ന പൂർവ്വദിഗാസികൾ മഹാനായിരുന്ന ഇയ്യോബ് പറയുകയാണ്. ഇയ്യോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകുമെന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ സമ്പാദിച്ചാലും ഏതവസ്ഥയിലൂടെ ആയിരുന്നാലും നമുക്കിതൊന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഈ വാക്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നിനെയും ദൈവത്തെക്കാൾ നമ്മൾ വിലമതിക്കാൻ പാടില്ല എന്നും എല്ലാ അവസ്ഥയിലും സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണ് എന്നും പൗലോസ് അപ്പോസ്തലനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഓർത്ത് വ്യാകുലപ്പെടാതിരിക്കാം.
ദൈവം ചില ബൈബിൾ വാക്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അല്ലേ. 1 പത്രോസ് 5:7 ഇങ്ങനെ പറയുന്നു, യേശു നിങ്ങൾക്കാൽ കരുതുന്നതിനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിന്മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 വാക്യം ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ ക്യാൻ ഡു ഓൾ തിങ്സ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ എന്താണ്, ശരിക്കും ചില സമയത്ത് നമ്മൾ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ തന്നെ മറന്നുപോകും. ഇതെല്ലാം നമ്മൾ എപ്പോഴും പഠിച്ച് ധ്യാനിക്കേണ്ടത് ആവശ്യമാണെന്ന് ഇപ്പോൾ നമുക്കും തന്നെ മനസ്സിലായി കഴിഞ്ഞു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ യാചിക്കാൽ ഒന്നും കിട്ടുന്നില്ല എന്ന് കാണുന്നു. അതായത് ദൈവഹിതമായ യോജിപ്പുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ യാചിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അതെന്തൊക്കെയാണ് നമുക്ക് താഴോട്ട് നോക്കാം. ശരിക്കും പ്രിയപ്പെട്ട ഒരാൾക്കോ സുഹൃത്തിനോ വേണ്ടി ഉള്ള രക്ഷയ്ക്ക് വേണ്ടി അവരും ദൈവത്തിൻ്റെ രക്ഷ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ തെറ്റേറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവകൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മെ വെറുക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നവരെ സ്നേഹിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരുപക്ഷെ നമ്മൾ ആരും തന്നെ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യമാണ്. നമ്മെ വെറുക്കുകയും മോശമായി പെരുമാറുന്നവരെയും സ്നേഹിക്കുന്നതിന് വേണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതാണെന്നാണ്. ദൈവവചനത്തിലെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ആ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ജ്ഞാനം നൽകുന്നതിന് വേണ്ടിയും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 4:2 എങ്ങനെ പറഞ്ഞു, നിങ്ങൾ യാചിക്കാൻ ഒന്നും കിട്ടുന്നില്ല എന്ന്. കാരണം എന്താണ്, നമ്മൾ ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ് ദൈവത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ദൈവം നമ്മെ സഹായിക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം, നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളുടെ സൊല്യൂഷൻ മാത്രം കണ്ടെത്താൻ ശ്രമിക്കുകയും ദൈവത്തോട് അടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്, ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുക്കേണ്ടതിനും സ്നേഹിക്കേണ്ടതിനും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ പല കാര്യത്തിലൂടെ, അതായത് ഓരോ അനുഭവത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മൾ ആ സംസാരം കേൾക്കാതെ നമ്മുടെ ആ പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ യാചിക്കുന്നത് എന്താണ് ലഭിക്കാതെ പോകുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം തന്നെ ഏതവസ്ഥയിലും സംതൃപ്തമായ ജീവിതം നയിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്താണ് ദൈവം നമ്മൾ നേരിടുന്ന സാഹചര്യത്തെയും പെട്ടെന്ന് തന്നെ എന്താണ് സൊല്യൂഷൻ കണ്ടെത്തി തരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ പാഠത്തിൽ നാം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കേണ്ടതിനും ദൈവഹിതവുമായി യോജിച്ചിരിക്കേണ്ടതുമായ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം പ്രാവർത്തികമാക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. നമുക്ക് വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് കടന്നു പോകാം. കൂടുതൽ ചിന്ത എന്ന ഭാഗത്തിലെ സിസ്റ്റർ വൈറ്റ് എഴുതിയ ദാറ്റ് ഐ മേ നോ ഹിം എന്ന പേജ് നമ്പർ 224 ഒരു ചെറിയ പാരഗ്രാഫ് നമ്മുടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു, അവർക്കായി കരുതി വച്ചിരിക്കുന്നു. കർത്താവിന് തൻ്റെ മക്കൾക്കായി വിഭവങ്ങളുടെ ഒരു നിധിശേഖരമുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും അവർക്ക് ആവശ്യമുള്ളത് നൽകാൻ ദൈവത്തിന് കഴിയും. പിന്നെ നമുക്ക് അവനെ വിശ്വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അവൻ്റെ കൽപ്പനകളോടുള്ള വിശ്വസ്തമായ അനുസരണത്തിൻ്റെ വ്യവസ്ഥയിൽ അവൻ തൻ്റെ മക്കൾക്ക് വിലയേറിയ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. എന്താണ്? അവൻ്റെ കൽപ്പനകളോടുള്ള വിശ്വസ്തമായ അനുസരണത്തിൻ്റെ വ്യവസ്ഥയിൽ അവൻ തൻ്റെ മക്കൾക്ക് വിലയേറിയ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അവന് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു ഭാരവുമില്ല, ഇരുട്ടുമില്ല, ബലഹീനതയില്ല, ഭയമില്ല. പക്ഷെ അവന് ശക്തിയായി മാറാൻ കഴിയും, ശാന്തനാകാനും കഴിയും, അവന് നയിക്കാനും ന്യായീകരിക്കാനും കഴിയും. അപ്പോൾ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലെന്ന് സിസ്റ്റർ വൈറ്റ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നാം നമ്മെ തന്നെ നോക്കരുത്. നമ്മുടെ സ്വന്തം അപൂർണതകളിൽ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തോറും അവയെ മറികടക്കാനുള്ള ശക്തി കുറയുമെന്നാണ്. നാം നമ്മെ തന്നെ നോക്കരുത്. നമ്മുടെ സ്വന്തം അപൂർണതകളിൽ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും
വർദ്ധിക്കും തോറും അവയെ മറികടക്കാനുള്ള ശക്തി കുറയുമെന്ന് സിസ്റ്റർ വൈറ്റ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരിക്കും ഇതെല്ലാം നമ്മൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല. നമ്മളെപ്പോഴും നമ്മളെ തന്നെയും നമ്മുടെ കാര്യങ്ങളെ മാത്രം വിചാരത്തിലും നിലവുകളിലും വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിനോട് അടുക്കാനും കഴിയുന്നില്ല, നമ്മൾ യാചിക്കുന്നത് ലഭിക്കുകയും ചെയ്യാതെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോ അനുഭവത്തിലൂടെയും നമ്മൾ യേശുവിനോട് അടുക്കേണ്ടതിനും സ്വർഗീയ പൗരനായി തീരുന്നതിനു വേണ്ടി ഈ ലോകത്തിലെ എല്ലാം തന്നെ പൗലോസിനെ പോലെ ചവറന്നെണ്ണേണ്ടതിനും അതിന് അത്രയും നമുക്ക് എണ്ണണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. അതിനെല്ലാത്തിനുമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദിനം പ്രതി പ്രാർത്ഥിക്കുകയും ബൈബിളിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാവുന്നതാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാഠപഠനത്തിൻ്റെ അവസാനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതത്തിൽ വാസം ചെയ്യുന്ന സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നമ്മുടെ ജീവിതം നമ്മൾ ചെയ്യേണ്ടതായ അത്യാവശ്യമുള്ള ഒരു പാഠം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തയ്യാറാക്കി തന്നിരിക്കുന്നതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഈ തയ്യാറാക്കപ്പെട്ട കരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗത്തിലെ പൗരനാകാൻ ഇച്ഛിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തരുന്ന ഓരോ അനുഭവത്തിലൂടെയും മുറിപുറുക്കാതെയും പിറുപിറുക്കാതെയും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ തന്നെ മാറ്റം വരുത്തേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരെയും നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ കർത്താവേ, നമുക്ക് ചുറ്റുമുള്ളവരെയും നമുക്ക് രക്ഷയിലേക്ക് നയിക്കേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമീൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.